നമ്മുടെ പോലീസിനെ വെട്ടിച്ചിട്ടേ ചില കള്ളന്മാരങ്ങ് വിചാരിക്കും ചാടിപ്പോയി രക്ഷപ്പെട്ടേക്കാം എന്ന് വിചാരിക്കും. ചുമ്മാതാ. കേരള പോലീസിൽ നിന്ന് അങ്ങനെ ചാടിപ്പോയ പലരെയും കേരള പോലീസ് പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് ജാഗ്രത കുറവൊക്കെ ഉണ്ടാവും. പക്ഷെ ചാടിപ്പോയാൽ പിടിച്ചുകൊണ്ട് വരാൻ കേരള പോലീസ് ബെസ്റ്റാ. ആലുവയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ മോഷണക്കേസ് പ്രതി ഐനുൽ അലിയെ പിടികൂടിയിരിക്കുന്നു. അസമിലേക്കുള്ള യാത്രക്കിടെയാണ് ട്രെയിനിൽ വെച്ച് കളമശ്ശേരി പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച ആലുവ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് ഇയാൾ ചാടിപ്പോയത്. എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? ഇയാൾ പിന്നീട് അവിടെ നിന്ന് ഈ ട്രെയിനിൽ കയറിപ്പോയി എന്നുള്ളത് എങ്ങനെയാണ് പോലീസ് മനസ്സിലാക്കിയത്? അതോ ചാടിപ്പോയതിനെ തുടർന്ന് പെട്ടെന്ന് നടത്തിയ പരിശോധനയിലാണോ പിടികൂടിയത്? എവിടെ വെച്ചാണ് പിടികൂടിയത് ശരൺ? അരുൺകുമാർ, ഇയാളുടെ നാടെന്ന് പറയുന്നത് അസമാണ്. അസമിലേക്ക് ഇയാൾക്ക് എത്താൻ കഴിഞ്ഞാൽ തൊട്ട് മുമ്പായിട്ട് തന്നെ സ്റ്റേഷനിൽ വച്ച് പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഈ അസം സ്വദേശിയായ ഐനുൽ അലി. ഇയാൾ കഴിഞ്ഞ ദിവസം കളമശ്ശേരി മെട്രോ സ്റ്റേഷന് സമീപത്തെ ഒരു സ്ഥാപനത്തിലെ ഈ കോപ്പർ റാഡ് മോഷണം പോയിരുന്നു. അപ്പോൾ കോപ്പർ റാഡ് 1.5 ലക്ഷത്തിന്റെ കോപ്പർ റാഡാണ് മോഷണം പോരുന്നത്. അത് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഇയാളാണ് പ്രതിയെന്ന് കണ്ടെത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തതാണ്. പിന്നീട് വൈദ്യ പരിശോധനയ്ക്കായി ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴാണ് ഇയാൾ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കടന്നു കളയുന്നത്. ഇയാൾ കടന്നു കളയുന്ന സമയത്ത് ഇയാളുടെ കൈകളിൽ കൈ വിലങ്ങുണ്ടായിരുന്നു. പിന്നീട് ഇയാൾ അവിടെ നിന്ന് പോവുകയും കൈവിലങ്ങ് മുറിച്ച ശേഷമാണ് ട്രെയിനിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള തിരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ ട്രെയിനിൽ കയറി അസമിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വിമാനമാർഗം അവിടേക്ക് എത്തുകയും അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിൻ എത്തുന്ന സമയത്ത് ട്രെയിനിൽ കയറി കളമശ്ശേരി പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും സാഹസികമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇയാളെ ഉടനെ തന്നെ കേരളത്തിലേക്ക്, അതായത് കളമശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് പോവുകയും ചെയ്യുക. എന്തായാലും ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാൾ അസമിലേക്ക് പോയി സ്വന്തം ഗ്രാമത്തിൽ എവിടെയെങ്കിലും അത്തരത്തിൽ ഒളിവിൽ പോകാനാണ് ഉദ്ദേശിച്ചതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് സംയോജിതമായിട്ടുള്ള ഇടപെടൽ കാരണം, അതായത് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇയാൾ ട്രെയിനിൽ കയറി കടന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം വേഗത്തിൽ തന്നെ വിമാനമാർഗം അവിടേക്ക് എത്തി ഇയാളെ പിടികൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നീ എവിടെ പോയാലും നിങ്ങളെ പിടികൂടിയിരിക്കും കേരള പോലീസ് എന്നുള്ളതാണ്. പക്ഷേ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്ന സമയത്ത് ഒരു ജാഗ്രത കുറവുണ്ടായി. അതുകൊണ്ടാണല്ലോ അയാൾ ഓടി രക്ഷപ്പെട്ടത്. അതിനുശേഷം നമ്മൾ ആസാമിൽ പോയി അവനെ പൊക്കി. അതാണ് കേരള പോലീസ്.